മാത്യു കൊൾനാടൻ ഇത് രാഷ്ട്രീയ വിഷയമായി ഉന്നയിച്ച പ്രതിപക്ഷത്തെ നേതാവാണ്. മാത്യു, ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങൾ ROCയുടെ റിപ്പോർട്ട് അത് പ്രകാരം എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നേരത്തെ ഇടതുപക്ഷം പറഞ്ഞിരുന്നത്, CPM തന്നെ കൃത്യമായി പറഞ്ഞിരുന്നത്, ഇത് 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാട്, അതിൽ തന്നെ ആ ഇന്ററിംഗ് കോടതിയുടെ വിധി എന്ന് പറയുന്നത് വീണയെ കേൾക്കാതെയാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വീണയെ കേൾക്കാൻ വേണ്ടി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു വിവരവും കൊടുത്തിട്ടില്ല എന്ന കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ROC റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഒരു ഹൈലൈറ്റ്, അതായത് വീണയെ കേൾക്കാതെയാണ് ഈ പരാമർശങ്ങൾ വന്നിരിക്കുന്നത് എന്ന ഡിഫൻസ് കേരള സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞത് മറ്റാരുമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം നിയമസഭയിലാണ് പറഞ്ഞത്, ബന്ധപ്പെട്ടവരെ കേൾക്കാതെ. എനിക്കിന്നും അദ്ദേഹം പറഞ്ഞ വാചകം ഓർമ്മയുണ്ട്. ബന്ധപ്പെട്ടവരെ കേൾക്കാതെ എഴുതിയ ഒരു മർദ്ദ ജുഡീഷ്യൽ സ്ഥാപനത്തിന്റെ ഉത്തരവോ ഓർഡറോ ആണ് എന്നതുകൊണ്ട് അവരുടെ ഭാഗം കേട്ടിട്ടില്ല, അതിന്റെ നിയമവശങ്ങൾ അവർ നോക്കും എന്ന നിലയിൽ പറഞ്ഞാണ് അന്ന് അദ്ദേഹം നിയമസഭയിൽ എൻ്റെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ ഉന്നയിച്ച വിഷയത്തിന് മറുപടി നൽകിയത്. ഇപ്പോ വീണയോട് വിശദീകരണം ചോദിച്ചിട്ട് അല്ലെങ്കിൽ അവർ കണ്ടെത്തിയിട്ടുള്ള ക്രമക്കേടുകളെ സംബന്ധിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരു മറുപടിയും നൽകിയിട്ടില്ല, തൃപ്തികരമായ ഒരു മറുപടിയും നൽകിയിട്ടില്ല. CMRലുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് ആധാരമായിട്ടുള്ള കാര്യങ്ങളോ സേവനത്തെ സംബന്ധിച്ചോ ഒന്നും എന്താണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്, ഒരു മറുപടി പറയാൻ ഈ വിഷയത്തിലൊരു ക്ലാരിറ്റി വരുത്താൻ ഒരു അവസരം കിട്ടിയിട്ട് എന്തുകൊണ്ട് വീണ ചെയ്തിട്ടില്ല എന്ന ചോദ്യം. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇത് കേവലം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഇടപാടിനെ സംബന്ധിച്ച് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഓർഡർ. ഇതുകൂടാതെയാണ് എക്സാലോജിക് വാങ്ങിയതിനേക്കാളും അല്ലെങ്കിൽ അതിന് ഇരട്ടിയിലേറെ പണം വീണ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻസി എന്ന നിലയിൽ വാങ്ങിയിട്ടുള്ളത്. അത് സംബന്ധിച്ച ചോദ്യങ്ങൾ ആരും ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടില്ല. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പോലും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇതുവരെയുള്ള രേഖകളും ബന്ധപ്പെട്ട കാര്യങ്ങളും പരിശോധിച്ചതിൽ കമ്പനി നിയമങ്ങളുടെ വയലേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രാഥമികമായ ROC കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കമ്പനീസ് ആക്ട് 210 പ്രകാരമുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിലെല്ലാം കൗതുകകരമായ കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആദ്യം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉയർത്തിയ പ്രതിരോധം എന്ന് പറയുന്നത് ഇത് 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ്, വേണ്ട GST അല്ലെങ്കിൽ അതിനുള്ള നികുതി അടച്ചിട്ടുണ്ട്, അതോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിക്കണം എന്ന നിലയിൽ പറഞ്ഞു. ഇപ്പോഴിതാ അവർ നികുതി അടച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ കമ്പനി നിയമത്തിന്റെ ലംഘനം ഉണ്ടായിരിക്കുന്നു. അത് മാത്രമല്ല, കമ്പനി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഇത് സേവനമില്ലാതെ വാങ്ങിയ പണമാണെന്നും കൃത്രിമമായും ക്രമക്കേടിലൂടെയും സമ്പാദിച്ച പണമാണെന്നും അതിനെ സംബന്ധിച്ച് വിശദീകരണം ചോദിക്കുമ്പോൾ ഒരു വിശദീകരണവും നൽകാൻ കഴിയാമെന്ന്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് അഴിമതിയാണ്, കറപ്ഷനാണ്. ഇതിപ്പോ ടാക്സിന്റെ അല്ലെങ്കിൽ കമ്പനീസ് ലോസിന്റെ അല്ലെങ്കിൽ മറ്റ് നിയമങ്ങളുടെ ഒക്കെ ലംഘനം, അതൊക്കെ ഇതിന്റെ സബ്സിഡറി ആയിട്ട് സൈഡായിട്ട് വരുന്നതാണ്. പക്ഷേ ഈ കമ്പനി മന്ത്രാലയത്തിന്റെ അന്വേഷണം ഏത് ഘട്ടം വരെ പോകും? അതിന്റെ റോൾ പരിമിതമാണല്ലോ. അതിന് കമ്പനി ഈ നിയമ നടപടിയുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്ന ഈ പ്രോസസ്സിന് വലിയതായിട്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. കാരണം ഒരു കമ്പനി എന്ന നിലയിൽ പാലിക്കേണ്ട നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ പ്രവർത്തിച്ചിട്ടുള്ള അതിന് മാത്രമുള്ള ശിക്ഷയോ അതിന് മാത്രമുള്ള അന്വേഷണവും അതിന് മാത്രമുള്ള കാര്യങ്ങളും മാത്രമാണ് അവർക്ക് ചെയ്യാൻ കഴിയുക. പക്ഷെ യഥാർത്ഥ വിഷയം കിടക്കുന്നത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം അല്ലെങ്കിൽ അഴിമതി പണം വെളുപ്പിക്കൽ പ്രകാരം അതുപോലുള്ള നിയമ നടപടികളിലേക്കാണ് ഇത് പോകേണ്ടത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അങ്ങോട്ട് തന്നെ ഇത് നീങ്ങും, ഒരു സംശയവും വേണ്ട. Let us wait and see. You are watching Reporter Evening Show.